എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മോതയുടെ മുട്ട റോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മോതയുടെ മുട്ട എടുത്തിട്ടുണ്ട്, മീൻ മുട്ടയില്ലേ, അതെടുത്തിട്ട് ആദ്യം നമ്മൾ വെറുതെ, അതിനധികം വേവൊന്നുമില്ല, പക്ഷേ അഴിക്കൊരു പച്ച കുത്തും നമ്മൾ വെറുതെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മളൊരു വിസിലടിച്ച് കുക്കറിൽ വേവിച്ചാലും വേവിക്കുമ്പോൾ നമുക്കൊരു കഴിക്കുമ്പോൾ ഒന്നുകൂടിയും നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നി അങ്ങനെ രണ്ട് വയ്ക്കണത്. എന്താ വെച്ചാൽ ഞാൻ വെറുതെ ഉണ്ടാക്കുമ്പോൾ ഒരു പച്ചക്കുത്ത് പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ആ മീൻ മുട്ടയും കൂടി എടുത്തിട്ട് നമുക്കൊരു വിസിൽ, 2 വിസിൽ, എത്ര വിസിൽ ഇട്ടാലും കുഴപ്പമില്ല, വേവിക്കാൻ വയ്ക്കാം. ഒരു വിസിൽ മതി. എന്നിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീട്ടിലാണ്, എൻ്റെ വീട്ടിൽ ഒരാഴ്ച നിൽക്കാൻ വന്നതാണ്. വെക്കേഷന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. വിഷുവിന് വന്ന് ജസ്റ്റ് പോവായിരുന്നു. പിന്നെ അതിരിനെയും കൊണ്ട് വന്നപ്പോൾ ചേച്ചിയുടെ കുട്ടിയും എല്ലാവരും കൂടി ആയപ്പോൾ അവൻ കാർട്ടൂൺ അങ്ങനെ കാണാനൊന്നും നിർബന്ധിക്കുന്നില്ല. എനിക്ക് വീട്ടിലെപ്പോഴും കാർട്ടൂൺ വെച്ച് ഇങ്ങനെ ഇരിക്കലായിരിക്കും, വേറെ ആരും ഇല്ലല്ലോ. ഇതാണെങ്കിൽ അവൻ കളിക്കലും കുട്ടികളോടുകൂടെ ഭയങ്കര ഇഷ്ടമാണ് അവന്, ഇവരെല്ലാവരും കൂടി ആകുമ്പോൾ. അപ്പോൾ ചേച്ചിയുടെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ കുട്ടീനെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ട് ഇവിടെ എല്ലാവരും കൂടിയായിട്ട് ഒരാഴ്ച അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ ഞാൻ ആദ്യം അമ്മയാണ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഉള്ളി ഇത് മൂപ്പിച്ചിട്ട് മാറ്റി വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചു. ഇതിന് ശേഷം ഇതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടിയും വരട്ടിയെടുത്തിക്കില്ലേ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായിട്ട് ഒത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാക്കണം. അപ്പോൾ വെളിച്ചെണ്ണ കമ്പയർ ചെയ്യുമ്പോൾ കുറവ് മതി, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുടിക്കണ പോലെ ഒരു തോന്നും, ഓവറായിട്ട് വെളിച്ചെണ്ണ എടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഇവിടെ കുറച്ച് മതി, പിന്നെ മൊത്തം റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മതിയെന്ന് എനിക്ക് തോന്നി. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചേ, അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ ആദ്യം തന്നെ എടുക്കും. ഇതിപ്പോൾ എന്നിട്ട് ഇത്തിരി മുളകും വേപ്പില ഇഷ്ടംപോലെ എത്രത്തോളം ഇടാം അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ വറ്റൽ മുളക് ഇട്ടു, ഒന്ന് ഇളക്കിയെടുത്തു. പിന്നെ ഇതിന് ശേഷം കേട്ടോ നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. അത് ആ സവാള വരട്ടില്ലേ, അപ്പോൾ കുറച്ച് മതി. എന്താ വെച്ചാൽ ആദ്യം നമ്മൾ അത് വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ മല്ലിപ്പൊടി ഒന്ന് മൂപ്പിക്കണം, ആ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വരട്ടാം. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ മീൻ മുട്ടയ്ക്ക്. നമുക്ക് എല്ലാവരും കഴിക്കണം നല്ലതാണ് കിട്ടിയാൽ. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സമയത്തെന്ന് വെച്ചാൽ മഴക്കാലം ആകുമ്പോഴാണ് ഈ മുട്ടകളൊക്കെ ഉണ്ടാവും, മീനൊക്കെ. അപ്പോൾ കിട്ടിയാൽ മാക്സിമം കഴിക്കുക. ഞാനൊരു പ്രാവശ്യം വീട്ടിൽ അങ്ങനെ അപൂർവ്വം കിട്ടാറുള്ളൂ. ഇവിടെ എന്താ വെച്ചാൽ എപ്പോഴും ഉണ്ടാവും. അച്ഛന് മീൻ കച്ചവടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ മിക്കപ്പോഴും കൊണ്ടുവരും മീൻ മുട്ടയും. കക്കറിച്ചിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. പിന്നെ കക്കറിച്ചി അനിയൻ കൊണ്ടുവന്നതാണ് കേട്ടോ. മീൻ മുട്ട ഉണ്ട്. അപ്പോൾ മീൻ മുട്ട അവനും ഇഷ്ടമായിരുന്നു, നന്നായിട്ട് അവൻ കഴിച്ചു എല്ലാവരുടെയും കൂടെ ഇരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ മുട്ട ഇടാം കേട്ടോ. ഇതിന് നല്ല കാൽസ്യമൊക്കെ ഇതിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വൈറ്റമിൻ B12 രക്തക്കുറവ് കുറയ്ക്കാനൊക്കെ നല്ലതാണെന്ന് പറയും ഈ മീൻ മുട്ട. പിന്നെ എല്ലുകൾക്കൊക്കെ നല്ല ബലം കിട്ടാനൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലതാണ്. പിന്നെ omega 3 ഫാറ്റി ആസിഡൊക്കെ ഇതിൽ നന്നായിട്ടുണ്ടെന്ന് പറയും. പ്രോട്ടീൻ കൂടുതലാണെന്നാണ് പറയണത് ഇതിൽ മീൻ മുട്ടയിലൊക്കെ. ഇപ്പോൾ ആ സീസണാണല്ലോ മീൻ മുട്ട ഇടുന്ന സീസണാണല്ലേ. അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതീവ രുചിയാണ്. എല്ലാ അത്യാവശ്യം വലിപ്പമുള്ള മീനുകളിലൊക്കെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ വേവിച്ച് നമ്മളിങ്ങനെ ഇട്ടു. ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തിങ്ങനെ ഭയങ്കര കട്ടി പോലെയല്ലേ, ഇത് വേവിക്കാണ്ട് ഇടെന്താണോ നല്ലതെന്ന് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ച് വരുമ്പോൾ ശരിക്കും ഇങ്ങനെ നമ്മൾ മണൽ പോലെയില്ല, അതുപോലെയാവും. നല്ല ഒലർന്ന് ഇത് വരുമ്പോൾ ഏറ്റവും അവസാനം കാണാം കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ ഏറ്റവും അവസാനം കേട്ടോ മുളക് പൊടി ഇപ്പോഴാണ് ഇട്ടത്, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിയണ ഒരിത് വരും. അപ്പോൾ ആ ചുവയൊക്കെ വ്യത്യാസം വരും. ഞാനെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്നിച്ച് ഇടാണ് ചെയ്യാറ്. പക്ഷേ ഇതിൽ അമ്മ ഏറ്റവും അവസാനമാണ് ആ മുളക് പൊടി അപ്പോൾ വളരെ കുറച്ച് മുളക് പൊടി മതി. അരിവിൻ്റെ കണ്ടിട്ടുണ്ടാവുമല്ലോ കേട്ടോ. അതിങ്ങനെ ഉടച്ച് വന്നിട്ട് ഇതിങ്ങനെ, പിന്നെ അത് ഒന്നുകൂടി ഒലർന്ന് നമുക്കിങ്ങനെ തരി പോലെയോ നമ്മൾ ഇങ്ങനെ കഴിക്കാനെടുക്കുമ്പോഴില്ലേ അത്ര ടേസ്റ്റാണ് കേട്ടോ. അതങ്ങനെ വരെയും ചെയ്യും. നമ്മുടെ കയ്യിലൊക്കെ കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. അത്ര കണ്ട് ഇത്രയും തരി പോലെയാവും.
അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. താങ്ക് യു.